എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് പ്രതി ഷാറൂഖ് സേഫി കുറ്റം സമ്മതിച്ചെന്ന് ADGP MR അജിത് കുമാർ. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പ്രതിക്ക് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും ADGP പറഞ്ഞു. ഇതുവരെ ഉള്ള ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് അദ്ദേഹമാണ് അത് കമ്മിറ്റ് ചെയ്തെന്ന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. മറ്റെന്തെങ്കിലും ബന്ധങ്ങളുള്ളതായിട്ടൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ? അല്ല, ഈ അന്വേഷണം ഇപ്പോഴും ഒരു പ്രാഥമിക ഘട്ടത്തിലാണ്. നിങ്ങൾക്കറിയാം, ഇന്നലെ അദ്ദേഹത്തിന് ഡീറ്റെയിൽ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പിന് സബ്ജക്ട് ചെയ്തു. ഇന്നലെ ഏതാണ്ട് 6 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ ആയിരുന്നു. അദ്ദേഹം ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്തു. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനിഷ്യൽ സ്റ്റേജസ് ഓഫ് ഇൻവെസ്റ്റിഗേഷനിലാണ്. അല്ല, നിലവിൽ മെഡിക്കൽ ബോർഡ് അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പെർഫെക്റ്റ്ലി ഫിറ്റാണ്. മെഡിക്കൽ ബോർഡ് ഇന്നലെ വളരെ വിശദമായ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി. അദ്ദേഹത്തിന് CT സ്കാൻ ചെയ്തിട്ടുണ്ട്, ഹോൾ ബോഡി സ്കാൻ ചെയ്തിട്ടുണ്ട്, എല്ലാ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉണ്ടായ ചില മൈനർ ഇതിനുവേണ്ടി വീണ്ടും ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ബോർഡ് കൂടി അദ്ദേഹം ഫിറ്റ് ആണെന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം മുതലേ തന്നെ ദേശീയ ഏജൻസികളും മറ്റ് ഏജൻസികളും ഒക്കെ തന്നെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അന്വേഷണം പോകുന്നത്. അതേസമയം മാലൂർക്കുന്ന് AR ക്യാമ്പിൽ ഷാറൂഖ് സേഫിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഡാൻ കുര്യൻ നൽകും. ഡാൻ, എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? വൈകുന്നേരം 5 മണിയോടെയാണ് മജിസ്ട്രേറ്റിന്റെ അടുത്ത് പ്രതിയെ ഹാജരാക്കിയതിനു ശേഷം ഷാരൂഖ് ഫൈസിയുമായി പ്രത്യേക അന്വേഷണ സംഘം കനത്ത സുരക്ഷയിൽ AR ക്യാമ്പിൽ എത്തിയത്. AR ക്യാമ്പിൽ എത്തിയതിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മുഴുവൻ കേസിലെ അന്വേഷണത്തിന് ഇതുവരെ നേതൃത്വം നൽകിയ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും AR ക്യാമ്പിലെത്തി പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യൽ ഏതാണ്ട് ഒരു ഘട്ടം പിന്നിട്ടതിന് പിന്നാലെയാണ് ADGP മാധ്യമങ്ങളെ കണ്ടത്. ഒരുപക്ഷെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടായിരിക്കും ഔദ്യോഗികമായി മാധ്യമങ്ങളുമായി പ്രതികരിക്കാൻ ADGP തയ്യാറായിരിക്കുന്നതും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ പരസ്യമാക്കുന്നതിൽ ചില പരിമിതികൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ കൈമാറാൻ കഴിയില്ല. പക്ഷേ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കും എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവിടെ നിന്ന് കണ്ടെത്തിയ തെളിവുകൾ, അതായത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗിൽ നിന്ന് ഒരു നോട്ടടക്കം കണ്ടെത്തിയിരുന്നു. ആ നോട്ടിലെ കയ്യക്ഷരം അത് ഷാരൂഖ് സൈഫിയുടേത് തന്നെയാണ് എന്ന് അന്വേഷണ സംഘം ഉറപ്പാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ കൃത്യമായി അന്വേഷണത്തിന്റെ ഭാഗമാകുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതോടൊപ്പം UAPA അടക്കം ഈ കേസിൽ ചുമത്തണോ എന്ന കാര്യം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരം നടപടികളിലേക്ക് കടക്കുക എന്നാണ് ADGP വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം കോഴിക്കോട് ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. കൃത്യമായി ഡൽഹിയിലെ NIA ആസ്ഥാനത്തേക്ക് വിവരങ്ങൾ കൈമാറുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിൽ ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസിൽ UAPA ചുമത്തുന്നതിലേക്ക് കേരള പോലീസ് കടക്കുക. അങ്ങനെ ഒരു UAPA ചുമത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് പിന്നാലെ കേസിന്റെ അന്വേഷണം NIAക്ക് കൈമാറുന്നതിനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പ്രതിയെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം ആ വിവരങ്ങൾ NIAയുമായി പങ്കുവയ്ക്കുന്നു എന്നാണ് ഡാൻ കുര്യൻ വ്യക്തമാക്കുന്നത്. UAPA ചുമത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സേഫിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ പോലീസിനോടുള്ള വിമർശനം കടുക്കുന്നു. മതിയായ വാഹന സൗകര്യവും സുരക്ഷയും ഒരുക്കാതെയാകുന്നതാണ് ചർച്ചയായത്. ഇനിയെങ്കിലും പോലീസിന്റെ വാഹന സൗകര്യം മെച്ചപ്പെടുത്തണമെന്നാണ് ആവശ്യം. നിലവിൽ ഇന്ധന പ്രതിസന്ധിയും കേരള പോലീസ് നേരിടുന്നുണ്ട്. ഇന്നലെ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സജീവ ചർച്ച ഷാരൂഖ് സൈഫിയുമായുള്ള യാത്രയാണ്. പോലീസിനുള്ളിലെ പരാധീനത ചൂണ്ടിക്കാട്ടിയാണ് ഉദ്യോഗസ്ഥരുടെ വിമർശനം. സ്വന്തമായി നല്ല വാഹനമില്ലാത്തതുകൊണ്ടാണ് ഷാരൂഖ് സൈഫിയെ കൊണ്ടുവരാൻ രത്നഗിരിയിലേക്ക് സ്വകാര്യ കാർ വിടേണ്ടി വന്നത്. യാത്രയിൽ മതിയായ സുരക്ഷയൊരുക്കാത്തതും വിമർശനത്തിനിടയാക്കുന്നു. രാജ്യം ശ്രദ്ധിച്ച ട്രെയിൻ ആക്രമണ കേസിലെ പ്രതിയെ 10 മണിക്കൂറിലധികം യാത്ര ചെയ്ത് റോഡ് മാർഗം കൊണ്ടുവരുമ്പോൾ സായുധ പോലീസിന്റെ അകമ്പടി കൂടി വേണമായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നു. യാത്രക്കിടയിൽ 2 തവണ വാഹനം കേടായി. 3 വാഹനങ്ങൾ മാറിയാണ് പ്രതിയെ കോഴിക്കോടെത്തിച്ചത്.
പൊതുസ്ഥലത്ത് പ്രതി തിരിച്ചറിയപ്പെട്ടാൽ കയ്യേറ്റ ശ്രമങ്ങളുണ്ടാകുമായിരുന്നു. ഇതൊന്നും പരിഗണിക്കാതെയാണ് പ്രതിയെ കൊണ്ടുവന്നതെന്നാണ് ചർച്ച. എല്ലാ വിമർശനങ്ങളും നീളുന്നത് ഉന്നത IPS ഉദ്യോഗസ്ഥരിലേക്കാണ്. ക്രമസമാധാന ചുമതലയുള്ള പോലീസുകാർ നിരന്തരം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിക്കാത്തതാണ് ഈ പ്രതിസന്ധിക്കെല്ലാം കാരണമെന്നാണ് പോലീസിനുള്ളിലെ വികാരം. ന്യൂസ് 18 തിരുവനന്തപുരം. എലത്തൂർ ട്രെയിൻ ആക്രമണത്തിനിടെ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ധനസഹായം കൈമാറി. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജില്ലാ കലക്ടറാണ് ധനസഹായം കൈമാറിയത്. മട്ടന്നൂർ സ്വദേശികളായ റഹ്മത്ത്, നൌഫീഖ് എന്നിവരുടെ വീടുകൾ സന്ദർശിച്ച മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. എലത്തൂർ ട്രെയിൻ തീവെപ്പിനിടെ മരിച്ചവർക്ക് റെയിൽവേ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന് CPM. ഇക്കാര്യം ആവശ്യപ്പെട്ട് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു. യാത്രക്കാർക്ക് സുരക്ഷ നൽകുന്നതിൽ റെയിൽവേ പരാജയമെന്നും MV ജയരാജൻ വിമർശിച്ചു. ചികിത്സയ്ക്കുള്ള സഹായം ഗവൺമെന്റ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നു. സർക്കാർ തന്നെ ചികിത്സ ഏറ്റെടുക്കും. അതുപോലും റെയിൽവേ പ്രഖ്യാപിച്ചു. തീവണ്ടിയിൽ വെച്ചാണ് അപകടം. യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കേണ്ടതിന്റെ ചുമതല റെയിൽവേ വകുപ്പിന്റെ ചുമതലയാണ്. എന്നാൽ ഫലപ്രദമായ സുരക്ഷ ഇപ്പോ യാത്രക്കാർക്ക് നൽകുന്നില്ല. 1.5 ലക്ഷം കോടിയിലേറെയാണ് യാത്രക്കാർ നൽകുന്ന ടിക്കറ്റ് നിരക്കിലൂടെ റെയിൽവേക്ക് കിട്ടുന്ന തുക. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ BJP പ്രവേശം കോൺഗ്രസിനെതിരെ ആയുധമാക്കി BJPയും CPMും. ആന്റണിയുടെ അറിവോടെയാണ് അനിൽ BJPയിലേക്ക് പോയതെന്നാണ് CPM ആരോപണം. കൂടുതൽ നേതാക്കൾ പാർട്ടിയിലേക്ക് വരുമെന്നും BJP നേതൃത്വം അവകാശപ്പെടുന്നു. അതേസമയം അനിൽ ആന്റണി പാർട്ടി വിട്ടതിന് വലിയ പ്രാധാന്യം നൽകേണ്ടതില്ല എന്നാണ് കോൺഗ്രസിലെ ധാരണ. ഒരു തരത്തിലും കോൺഗ്രസിനെ ബാധിക്കുന്നതല്ല അനിൽ ആന്റണിയുടെ ചുവടുമാറ്റമെന്ന് നേതൃത്വം പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിനെതിരെ ഇത് സംസ്ഥാനത്ത് രാഷ്ട്രീയ ആയുധമായി മാറുകയാണ്. ആന്റണിയുടെ അറിവില്ലാതെ അനിൽ BJPയിലേക്ക് പോകില്ല എന്നായിരുന്നു CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ പ്രതികരണം. ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, KPCC പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് അനിൽ ആന്റണിക്ക് മധുരം നൽകിയത് അദ്ദേഹത്തെ പെട്ടെന്ന് അവിടെ അയക്കാനും BJPയിൽ അദ്ദേഹം എത്തിയതിന് ശേഷം ഈ പോകാനിരിക്കുന്ന KPCC പ്രസിഡന്റിന് നല്ല സ്ഥാനം ഉറപ്പാക്കാനുമാണ്. ക്രൈസ്തവ സമുദായത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ എല്ലാ വഴികളും തേടുന്ന BJP അനിലിന്റെ വരവിനെയും അവസരമായി കാണുന്നു. പാർട്ടിയിൽ പ്രധാന പദവി നൽകുന്നതിനോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനും BJP തയ്യാറാകും. വയനാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ അവിടെ അനിലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ശക്തമാണ്. ക്രൈസ്തവ സ്വാധീന മേഖലകളായ മറ്റു മണ്ഡലങ്ങളിലേക്കും അനിലിനെ പരിഗണിച്ചേക്കാം. അനിൽ ഒരു തുടക്കം മാത്രമാണെന്നും കൂടുതൽ നേതാക്കൾ BJPയിലേക്ക് വരുമെന്ന അവകാശവാദവുമുണ്ട്. അദ്ദേഹത്തിന്റെ BJPയിലേക്കുള്ള പ്രവേശനം കേരളത്തിൽ ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കളമൊരുങ്ങും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അനിൽ പാർട്ടി വിട്ടതിന് അമിത പ്രാധാന്യം നൽകേണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ പൊതുധാരണ. അനിൽ പാർട്ടിയുടെ പ്രധാന ഭാരവാഹി ആയിരുന്നില്ല. AK ആന്റണിയുടെ മകൻ എന്നത് മാത്രമാണ് അനിലിന്റെ പ്രസക്തിയെന്നും നേതൃത്വം വിശദീകരിക്കുന്നു. AK ആന്റണിക്കൊപ്പം ഉറച്ചു നിൽക്കാനും അദ്ദേഹത്തിനെതിരായ വിമർശനങ്ങളെ നേരിടാനും കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. BJP അനിൽ ആന്റണിയെ കറിവേപ്പില പോലെ എടുത്തു കളയുമെന്ന് അനുജൻ അജിത് ആന്റണി. BJPയും അനിലും തമ്മിലുള്ള ധാരണ എന്താണെന്ന് അറിയില്ല, അത് കാലം തെളിയിക്കും. അനിൽ തെറ്റുതിരുത്തി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അജിത് ആന്റണി ന്യൂസ് 18നോട് പറഞ്ഞു. എൻ്റെ തോതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ കരിവേപ്പില പോലെ ചവിട്ടിക്കുട്ടി എടുത്തു കളയും. അത് മനസ്സിലാകും എന്നുള്ള രീതിയാണ് ഞാൻ ഇരിക്കുന്നത്. കോൺഗ്രസിലെ ഉന്നതരെ പരോക്ഷമായി വിമർശിച്ച് അജിത് ആന്റണി. രാഹുൽ ഗാന്ധി പച്ച മനുഷ്യനാണ്, ചുറ്റും നിൽക്കുന്ന ചിലർ രാഹുലിനെ പറ്റിക്കുന്നു, അവരിൽ നിന്ന് മോചിതനായാൽ പാർട്ടി രക്ഷപ്പെടുമെന്നും അജിത് ആന്റണി ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീനൊന്നും ഞാനിവിടെ ചോദ്യം ചെയ്യുന്നില്ല. പുള്ളി ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു പച്ച മനുഷ്യനാണ്. പുള്ളി ഈസ് ആൻ ഓപ്പൺ നോട്ട്ബുക്ക്.
അത് പുള്ളിനെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഞാൻ വീണ്ടും പറയണമെന്ന് വെച്ചാൽ പുള്ളീനെ സെൻറ്റർ ചെയ്തിട്ട് കുറേ ആൾക്കാരുണ്ട്. അതായത് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നീ ഇങ്ങോട്ട് കയറി വരണ്ട എന്നുള്ള ചിന്താഗതിയിലുള്ള കുറേ ലീഡേഴ്സുണ്ട്. അവരിൽ നിന്ന് എന്നാണോ രാഹുൽ ഗാന്ധിക്ക് മോചനം കിട്ടുന്നത് അന്ന് പാർട്ടീനെ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. BBC ഡോക്യുമെന്ററി വിവാദത്തെ തുടർന്ന് അനിൽ ആന്റണിയും അച്ഛനുമായുള്ള ബന്ധം കുറഞ്ഞെന്ന് സഹോദരൻ അജിത് ആന്റണി. തനിക്കും കുടുംബത്തിനും എതിരെയുള്ള വലിയ രീതിയിൽ ആക്ഷേപം തുടരുകയാണെന്നും അജിത് ആന്റണി പ്രൈം ഡിബേറ്റിൽ പറഞ്ഞു. അത് ഫസ്റ്റ് BBC സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയ ശേഷം ആണെന്ന് തോന്നുന്നു ഈ ഒരു ഭിന്നത തുടങ്ങിയത്. അത് അദ്ദേഹം ഒരു ഇംപ്രോപ്പർ ടൈമിലാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്. അന്ന് മുതലേ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് ശരിയായിട്ടില്ല. അതിനുശേഷം പിന്നെ അവർ തമ്മിലുള്ള സംസാരം വളരെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ BBC സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണ് ഈ ഒരു ഭിന്നത തുടങ്ങിയെന്നാണ് തോന്നുന്നത്. പൊളിറ്റിക്കലി എന്തു വേണോ അവർ പറഞ്ഞോട്ടെ, അതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ പേഴ്സണൽ അറ്റാക്സ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള വർക്കേഴ്സ് അത് ചെയ്യുന്നത് വളരെ ദുഃഖകരമാണ് ഞാൻ പറയുന്നത്. അതെൻ്റെ ചേട്ടനെ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന് സാക്ഷിയാണ്. ആ സാക്ഷിത്വം ഞാൻ അപ്പോഴും പറയുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം കേരളത്തിലെത്തും. 25-ന് കൊച്ചിയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. യുവാക്കളെയും IT പ്രൊഫഷണൽസിനെയും നേരിൽ കണ്ട് സംവദിക്കാൻ സംഘടിപ്പിക്കുന്ന യുവം പരിപാടിയിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 1 ലക്ഷം പേരെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാനാണ് സംഘാടകരുടെ തീരുമാനം. കേരളത്തിൽ BJP നിരയിലെ പുതുമുഖമായ അനിൽ ആന്റണിയെ അവതരിപ്പിക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതാക്കളുമായി ചർച്ചയും ഉണ്ടാകും. തിരുവനന്തപുരം ഉൾപ്പെടെ ഉള്ള മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാനാണ് BJP ആലോചിക്കുന്നത്. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി കിരൺകുമാർ റെഡ്ഡി BJPയിൽ ചേർന്നു. BJP ദേശീയ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. കഴിഞ്ഞ മാർച്ച് 12-നാണ് കിരൺകുമാർ റെഡ്ഡി കോൺഗ്രസ് വിട്ടത്. BJP ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കിരൺകുമാർ റെഡ്ഡി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. അവർ മാത്രമാണ് ശരിയെന്നും ഇന്ത്യയിലെ ജനങ്ങൾ ഉൾപ്പെടെ മറ്റെല്ലാവരും തെറ്റുകാരാണെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നതായി കിരൺകുമാർ റെഡ്ഡി പറഞ്ഞു. State after state, due to bad decisions and wrong decisions of the Congress High Command, the party is getting damaged totally in all the states. They don't interact with the people. They don't take the opinions of the leaders. It is not a story in one state. It is a story throughout the country. There is an old saying which says, "My king is very intelligent. He doesn't think on his own. He doesn't listen to anyone's advice." ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. നയതന്ത്ര ചാനൽ വഴി സ്വർണം കടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരനായ KT റമീസിനെ ED അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് വിളിച്ചുവരുത്തിയ ശേഷമായിരുന്നു അറസ്റ്റ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് വിശദമായി പരിശോധിക്കാൻ റമീസിനെ ED കസ്റ്റഡിയിൽ വാങ്ങും. ED രജിസ്റ്റർ ചെയ്ത കേസിൽ 5-ാം പ്രതിയാണ് റമീസ്. നേരത്തെ കസ്റ്റംസും NIAയും റമീസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടാണ് ED പരിശോധിക്കുന്നത്. നയതന്ത്ര ബാഗിൽ നിന്ന് പിടികൂടിയ 30 കിലോ സ്വർണത്തിന് പുറമെ മുൻപ് 12 തവണ സമാനമായ രീതിയിൽ റമീസിന്റെ ആസൂത്രണത്തിൽ കള്ളക്കടത്ത് നടത്തിയെന്നാണ് EDയുടെ കണ്ടെത്തൽ. ഇതിലെ ഹവാല കള്ളക്കടത്തിടപാടാണ് ED അന്വേഷിക്കുന്നത്. ഇടപാടിൽ റമീസിന്റെ പങ്കാളിത്തം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് EDയുടെ ഇപ്പോഴത്തെ നടപടി. സ്വർണ്ണക്കച്ചവടക്കാർ അടക്കമുള്ള വലിയ റാക്കറ്റ് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും സംശയമുണ്ട്. ഇക്കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാൻ റമീസിനെ ED കസ്റ്റഡിയിൽ വാങ്ങും. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. സ്വർണ്ണക്കടത്ത് കേസിൽ തുടർന്നും അറസ്റ്റുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരായ സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിൽ
വിജേഷ് പിള്ളയെ കണ്ണൂരിൽ ചോദ്യം ചെയ്തു. സ്വപ്ന ഗൂഢാലോചന നടത്തിയെന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്തത്. CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിലായിരുന്നു ചോദ്യം ചെയ്യൽ. MV ഗോവിന്ദൻ നിയോഗിച്ചത് പ്രകാരം വിജേഷ് പിള്ള തനിക്ക് 30 കോടി വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു സ്വപ്നയുടെ ആരോപണം. പരാതിയുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെ അന്വേഷണ സംഘം ബാംഗ്ലൂരുവിലെത്തി ചോദ്യം ചെയ്യും. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ പേ വിഷബാധ ചികിത്സയിൽ 14-കാരൻ തളർന്ന സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ ഡെപ്യൂട്ടി DMOയ്ക്കാണ് അന്വേഷണ ചുമതല. അതേസമയം ആശുപത്രിക്കെതിരെ ലഭിക്കുന്നത് ഗുരുതര പരാതികൾ ആണെന്നും അലംഭാവത്തിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും കാർത്തികിന്റെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി P. പ്രസാദ് പറഞ്ഞു. കുട്ടിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കാർത്തിക്കിന്റെ രക്ഷകർത്താക്കൾ ഉയർത്തിയ പരാതി ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്തതിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ ഭവന സന്ദർശനം. ചികിത്സാരേഖകൾ പരിശോധിച്ച ശേഷം ചേർത്തല താലൂക്ക് ആശുപത്രിക്കെതിരെ ഉയരുന്ന പരാതികൾ ഗൗരവമേറിയതാണെന്ന് മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ശ്രീമതി വീണ ജോർജ് എന്നോട് തന്നെ പറഞ്ഞതാണ്, ഞാൻ ഇടപെട്ടിട്ടുണ്ട്, അന്വേഷണം നടക്കും, ഫലപ്രദമായ അന്വേഷണം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണത്തിനെ തുടർന്ന് കൃത്യമായി നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വാക്സിനേഷനെ തുടർന്ന് തളർന്നുപോയ കാർത്തിക്കിന്റെ ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനുമായി സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്താണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന സഹായം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണ്. അത് നോക്കിയിട്ട് ഈ കാര്യത്തിനകത്തൊരു റിപ്പോർട്ടിൻ്റെയൊക്കെ ആവശ്യമുണ്ടാവും. ആ റിപ്പോർട്ടുകൾ കൂടി ലഭ്യമാവുന്നതിന് ശേഷം മാത്രമേ ഗവൺമെന്റിന് അത്തരമൊരു തീരുമാനം കൈക്കൊള്ളാൻ കഴിയുള്ളൂ. സാധ്യമാവുന്ന എല്ലാ സഹായങ്ങളും ഈ കുടുംബത്തിന് ഉണ്ടാവും. അതേസമയം സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചു. ആലപ്പുഴ ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ 3-അംഗ സംഘമാണ് പരാതി അന്വേഷിക്കുക. ന്യൂറോളജിസ്റ്റ്, ഫിസിഷ്യൻ എന്നിവർ ഉൾപ്പെടുന്ന ടീം അടുത്ത ദിവസം കാർത്തിക്കിന്റെ വീട്ടിലെത്തും. മന്ത്രിയുടെ ഇടപെടൽ കുടുംബം ആശ്വാസം പ്രകടിപ്പിച്ചു. ഇപ്പോൾ മന്ത്രി വന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. എല്ലാ കാര്യങ്ങളും സാറ് ചെയ്തു കൊള്ളാമെന്നാണ് ഉറപ്പ് തന്നിരിക്കുന്നത്. പിന്നെ ന്യൂസ് 18 കേരള ചാനലാണ് ഞങ്ങൾക്ക് ഈ ന്യൂസ് പുറത്തേക്ക് കൊണ്ടുവന്ന് തന്നെ അവരാണ്. അവരോട് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾക്ക് പ്രതിസന്ധികളും മറികടക്കുമെന്ന് തോന്നുന്നുണ്ടോ ചേട്ടാ? മറികടക്കുമെന്നാണ് വിശ്വാസം. ഞങ്ങളുടെയും പിന്തുണയുണ്ടാവും. ന്യൂസ് 18 പിന്തുണ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഒരു മനസ്സിന് ധൈര്യമായി മന്ത്രി വന്നതോടെ നമ്മുടെ ഒരു കാഴ്ച വീണ്ടും അത് മുന്നോട്ട് വരുമെന്നുള്ളൊരു തയ്യാറെടുപ്പ് തന്നെയായി മനസ്സിന്. ന്യൂസ് 18 ഏറ്റവും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. 10 ബാലാവകാശ കമ്മീഷന്റെ മെഡിക്കൽ ബോർഡിന് മുൻപാകെ ഹാജരാകണം. ഫെബ്രുവരി 17 ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ച കാർത്തിക് പിന്നീട് തളർന്നു പോവുകയായിരുന്നു. കുത്തിവെപ്പിനെ തുടർന്ന് കാർത്തിക്കിന് തളർച്ചയും കടുത്ത പനിയും ഉണ്ടായിരുന്നുവെങ്കിലും ഡോക്ടർമാർ അത് പരിഗണിക്കാതെ വീണ്ടും ഡോസ് എടുക്കുകയായിരുന്നു. 9-ാം ക്ലാസ്സുകാരന്റെ ഈ ദുരവസ്ഥ ന്യൂസ് 18 പുറം ലോകത്തെത്തിച്ചതോടെയാണ് സർക്കാർ ഇടപെടൽ. കാർത്തിക്കിന്റെ വിദ്യാഭ്യാസത്തിനും തുടർ ചികിത്സയ്ക്കും വേണ്ട എല്ലാ സഹായവും സർക്കാർ വാഗ്ദാനം ചെയ്തു. ഒപ്പം തന്നെ ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിലുള്ള സംഘം അടുത്ത ദിവസം തന്നെ കുട്ടിയെ സന്ദർശിക്കും. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴ ചേർത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. യേശുദേവന്റെ പീഡാനുഭവത്തിന്റെയും കുരിശു മരണത്തിന്റെയും ഓർമ്മ പുതുക്കി ലോകം ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. സംസ്ഥാനത്ത് വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനയും പ്രത്യേക ശുശ്രൂഷകളും നടന്നു. കുരിശിൽ മരിച്ചവനേ, കുരിശാലെ വിജയം വരിച്ചവനേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിന്റെ. ക്രിസ്തുവിന്റെ കുരിശുമരണവും മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം ഗാഗുൽത്താ മലയുടെ മുകളിലേക്ക് കുരിശും വഹിച്ചുകൊണ്ട് നടത്തിയ യാത്രയുമാണ് വിശ്വാസികൾ അനുസ്മരിക്കുന്നത്. തിരുവനന്തപുരം പാളയം പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകി. പട്ടം സെന്റ് ജോസഫ് പള്ളിയിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ ഭാഗമായി. മരണത്തിനായി വിധിച്ചു കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ, അപരാധിയായി വീതിച്ചു കൽമഷം കലരാത്ത കർത്താവിനെ. കൊച്ചി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്ന ദുഃഖവെള്ളി ആചരണ ചടങ്ങുകൾക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
താമരശ്ശേരി രൂപത ആസ്ഥാന ദേവാലയമായ മേരിമാത കത്തീഡ്രലിൽ വികാരി ഫാദർ മാത്യു പൊടിമൂട്ടലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ. ഡൽഹി ഹോസ്ഖാസ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷയ്ക്ക് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ വാരം മുതൽ മലയാറ്റൂർ കുരിശുമുടിയിലേക്കും തീർത്ഥാടകരുടെ വലിയ തിരക്കാണ്. മലയാളക്കരയിൽ ഈശോ മിശിഹായുടെ തിരുനാമം നിലനാട്ടിയ മഹിതാത്മാ വിശുദ്ധ തോമാസ് ശ്ലീഹ, പരിശുദ്ധ തോമാസ് ശ്ലീഹ, പൊന്നും കുരിശുമുത്തപ്പോ പൊന്നലകേറ്റം, പൊന്നും കുരിശുമുത്ത. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോടതി വിധികൾക്കെതിരെ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ വിമർശനം. പിലാത്തോസിനെ പോലെ പ്രീതി നേടാൻ ചില ന്യായാധിപന്മാർ ശ്രമിക്കുന്നു. ചില കോടതികൾ അന്യായ വിധികൾ പുറപ്പെടുവിക്കുന്നു. മാധ്യമപ്രീതിക്കോ ജനപ്രീതിക്കോ ആകാം അന്യായ വിധികൾ. ദുഃഖവെള്ളി സന്ദേശത്തിലാണ് കർദിനാളിൻ്റെ പരാമർശങ്ങൾ. മാധ്യമ പ്രേരണ കൊണ്ടാകാം, ജനപ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയാകാം, ഈ ലോകത്തിൻ്റെതായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയാകാം ഇന്ന് ന്യായാധിപന്മാർ അന്യായ വിധികൾ എഴുതുന്നത്. ഇനിയും അല്ലെങ്കിൽ ഒരുപക്ഷെ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്ന പ്രതിഭാസമാകാം. അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഇവിടെ. അടുത്തിടെ സുപ്രീം കോടതി പറഞ്ഞു, സുപ്രീം ജുഡീഷ്യൽ ആക്ടിവിസം അതിര് കടന്നു പോകാൻ പാടില്ല എന്ന്. എന്നാൽ അതിൻ്റെ പേരിലും അന്യായ വിധികൾ എഴുതുന്നവരുണ്ട്. ഇനിയും അല്ലെങ്കിൽ പൂർണ്ണമായ നീതി കൊടുക്കാതെ വിധികൾ എഴുതുന്നവരുമുണ്ട്. വികസനത്തിനു വേണ്ടി സാധാരണക്കാരെ കുടിയൊഴിപ്പിക്കുന്നു എന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ. മത്സ്യത്തൊഴിലാളികൾക്ക് ഗോഡൌണുകളിൽ കഴിയേണ്ടി വരുന്നു. പ്രതിഷേധങ്ങളെ സർക്കാർ അടിച്ചമർത്തുന്നുവെന്നും തോമസ് ജെ നെറ്റോ വിമർശിച്ചു. വികസനത്തിന്റെ പേരിൽ കുടിയൊഴിക്കപ്പെടുന്ന സാധാരണക്കാർ ഭവനരഹിതരാകുകയും ഗോഡൌണുകളിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. കുത്തക മുതലാളിമാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം പരമ്പരാഗത തൊഴിലിനും ഉപജീവനത്തിനും തടസ്സമായി തീരുന്നതിനും കുടിയേറ്റത്തിനും കാരണമാകുന്നു. പുത്തൻ സാമ്പത്തിക നയങ്ങൾ മത്സ്യത്തൊഴിലാളികളെയും ആദിവാസികളെയും ദളിതരെയും കർഷകരെയും ദുരന്ത സാഹചര്യത്തിലേക്ക് തള്ളിയിടുകയാണ്. കുരിശിന്റെ വഴിയുടെ ഭാഗമായി നടന്ന പ്രാർത്ഥനാ സന്ദേശത്തിലാണ് തോമസ് ജെ നെറ്റോയുടെ വിമർശനം. അരിക്കൊമ്പിനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ഉപേക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് ഏപ്രിൽ 11 മുതലമടയിൽ ഹർത്താൽ. മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പന ദേവി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. നെന്മാറ MLA കെ ബാബുവിന്റെ നേതൃത്വത്തിൽ കൊല്ലങ്കോടും സർവകക്ഷി യോഗം ചേർന്നു. അരിക്കൊമ്പനെ തടയാനുള്ള സമരങ്ങൾ ആവിഷ്കരിക്കാൻ 2 സർവകക്ഷി യോഗങ്ങളാണ് നടന്നത്. മുതലമട പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഏപ്രിൽ 11 ഹർത്താൽ നടത്താൻ തീരുമാനിച്ചു. മുതലമട പഞ്ചായത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കോടതിയെ സമീപിക്കാനും യോഗം തീരുമാനിച്ചു. ഇവിടെ വിട്ട ജനവാസ മേഖലയിലാണ് കൊണ്ടുവന്ന് ആനയെ ഇറക്കണത്. അപ്പോൾ അതുകൊണ്ട് ആരിനെയും നമ്മൾ കൊന്നാൽ എന്ത് ചെയ്യും? അതിൻ്റെ ഭീഷണിയും പേടിയുമാണ് ഞങ്ങൾക്ക്. ആൾക്കാരനെ കൊല്ലും എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ എതിർക്കുന്നത്. നെന്മാറ MLA കെ ബാബുവിന്റെ നേതൃത്വത്തിൽ കൊല്ലങ്കോട് നടന്ന യോഗത്തിൽ കോടതിയെ സമീപിക്കാനും ജനകീയ സമരങ്ങൾ നടത്താനും തീരുമാനിച്ചു. ഏപ്രിൽ 10 മുതലമടയിൽ പ്രതിഷേധ മാർച്ച് നടത്തും. ഈ ഫോറസ്റ്റ് നിയമവും ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുക്കാൻ പോകുന്ന ഉത്തരവും അതുമായി ബന്ധപ്പെട്ട് നിയമപരമായി നേരിടാനാണ് ആദ്യം തന്നെ ഞങ്ങൾ ആലോചിക്കുന്നത്. എല്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ ഇപ്പോൾ കൂട്ടായി എടുക്കുന്ന കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു ആലോചനയിലേക്ക് വരുന്നത്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകണമെന്ന് സർക്കാരിന് നിർബന്ധമില്ലെന്നും ഹൈക്കോടതി നിർദ്ദേശമായതിനാൽ കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പാലക്കാട് പറഞ്ഞു. വരും ദിവസങ്ങളിൽ 2 സർവകക്ഷി യോഗങ്ങൾ ചേരുന്നതിന് പകരം ഒരുമിച്ച് പോകാൻ ശ്രമിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. കോടതിയെ സമീപിക്കുന്നതിന് പുറമെ ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കാനും സർവകക്ഷി യോഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സമരങ്ങൾക്ക് തുടക്കമാകും. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18.
മലമ്പുഴ ഡാമിന് സമീപം കോഴിമലയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. 3 ദിവസത്തോളം പഴക്കമുള്ള ജഡം അഴുകി തുടങ്ങിയിരുന്നു. 30 വയസ്സോളം പ്രായമുള്ള പിടിയാനിയാണ് ചെരിഞ്ഞത് എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്താണ് മരണകാരണം എന്ന് വ്യക്തമല്ല. കൊല്ലം അച്ചൻകോവിൽ വളയത്ത് കാട്ടാന ചരിഞ്ഞു. 2 വയസ്സ് പ്രായം വരുന്ന പിടിയാനിയാണ് ചരിഞ്ഞത്. പുനലൂർ അലിമുക്കിൽ നിന്ന് അച്ചൻകോവിലേക്കുള്ള റോഡിലാണ് ജഡം കണ്ടത്. തള്ളയാന കുട്ടിയാനയുടെ ജഡത്തിന് സമീപം നില ഉറപ്പിച്ചിരുന്നു. ഇടയ്ക്കിടെ തള്ളയാന ആക്രമകാരിയാകുന്നു എന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ആനക്കലിയുടെ ഒരിക്കലും മായാത്ത സ്മാരകമാണ് ഇടുക്കി സിംഗുകണ്ടത്തെ മേരിയുടെ വീട്. 6 വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിലേക്കുള്ള വഴിയിൽ നിന്നാണ് ഇവരുടെ മകൻ സുനിലിൻ്റെ ജീവൻ കാട്ടാന അപഹരിച്ചത്. കൺമുമ്പിൽ മകൻ പിടഞ്ഞു മരിച്ചതോടെ തോരാത്ത കണ്ണീരുമായി ഈ അമ്മയുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ജൂണിലാണ് സുനിലിനെ കാട്ടാനെ ആക്രമിച്ചത്. സിംഗുകണ്ടം ചിന്നക്കനാൽ പാതയിൽ നിൽക്കുകയായിരുന്ന ചക്കക്കൊമ്പൻ സുനിലിന്റെ നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന മേരി മകനോട് ഓടിവരാൻ പറഞ്ഞെങ്കിലും കഴിഞ്ഞില്ല. വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ച് ആന സുനിലിനെ ആക്രമിച്ചു. കലിയടങ്ങി ചക്കക്കൊമ്പൻ മടങ്ങിയ ഉടനെ സുനിലിനെ ആശുപത്രിയിൽ എത്തിച്ചു. 8 ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ജൂൺ 9 മരിച്ചു. തിരിച്ചു കയറി വന്നിട്ട് അവിടെ ചെമ്പരത്തി നിന്നു. അത് തള്ളി അവൻ്റെ മേത്തേക്ക് ഇട്ടപ്പോൾ അവൻ വീണു. അപ്പം ഞാനും ആ മരത്തിൻ്റെ കൂടി നിൽക്കുക. അവനോട് കയറി വാടാന്ന് പറഞ്ഞു. കൊച്ചു കയറി വന്നില്ല. അവൻ്റെ മേത്തേക്ക് ചെമ്പരത്തി തള്ളിയിട്ട് കൊച്ചു വീണപ്പോഴേ കാലിന് തട്ടി കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഓടിച്ചെന്ന് എടുത്തു. എന്നാലും അമ്മയെന്നൊന്ന് വിളിച്ചു. ഞങ്ങൾ കോട്ടയം കൊണ്ടുപോയി 8 ദിവസം കിടന്നു കോട്ടയത്ത്. 8-ാം ദിവസം ICU കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ ജോലിയാക്കരുത് എന്ന് പറഞ്ഞ് മരിക്കുകയും ചെയ്തു. കാട്ടാനക്കലി അനാഥമാക്കിയത് പിച്ചവെച്ച് തുടങ്ങിയ 2 കുരുന്നുകളുടെ ജീവിതം കൂടിയാണ്. അച്ഛൻ നഷ്ടമായ മണ്ണ് പേടി സ്വപ്നമായതിനാൽ ഇവർ തൊടുപുഴയിലെ അമ്മ വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. മകന്റെ ജീവൻ പിടഞ്ഞ വീട്ടിൽ മൂകസാക്ഷിയായി തോരാക്കണ്ണീരുമായി അമ്മ മേരി കഴിയുന്നു. സുനിലും ബാബുവും പാട്ടിയമ്മയും അടക്കം എത്ര പേരുടെ ജീവനാണ് സിംഗുകണ്ടത്തും 301-ലും മൂലത്തറയിലുമൊക്കെയായി കാട്ടാനക്കലിയിൽ പൊലിഞ്ഞുപോയത്. ഇവിടെ വെച്ചാണ് 6 വർഷങ്ങൾക്ക് മുൻപ് സുനിൽ കൊല്ലപ്പെട്ടത്. സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച് കാട്ടാന സുനിലിനെ ചവിട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരവധി ആളുകളുടെ ബന്ധുക്കളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോഴും കാട്ടാന ആക്രമണത്തിന്റെ നിഴലിൽ. ചിന്നക്കനാൽ സിംഗുകണ്ടത്തിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. പുലിപ്പേടിയിലാണ് വയനാട് പൊഴുതന അച്ചൂർ മേഖല. ഒരാഴ്ചക്കുള്ളിൽ 2 തവണയാണ് മേഖലയിൽ പുലി ഇറങ്ങിയത്. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുള്ളതായും നാട്ടുകാർ പറയുന്നു. പൊഴുതന പഞ്ചായത്തിലെ അച്ചൂർ മേഖലയിൽ പുലി ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം അച്ചൂരിൽ പുലി പശുക്കിടാവിനെ തൊഴുത്തിൽ നിന്നും പിടിച്ചു കൊന്നിരുന്നു. തൊഴുത്തിൽ മരം കൊണ്ട് പ്രത്യേകം കൂടുണ്ടാക്കിയാണ് പശുക്കിടാവിനെ സൂക്ഷിച്ചിരുന്നത്. കൂട് പൊളിച്ച് അകത്തുകിടന്ന പുലി കിടാവിനെ പിടികൂടുകയായിരുന്നു. പുലിയുടെ സാന്നിധ്യം പതിവായതോടെ വനം വകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. എന്റെ വീട് രാവിലെ എണീച്ച് സാധാരണ പതിവ് പോലെ ആലോചിച്ച് നോക്കും, പശുക്കുട്ടിയെ കണ്ടില്ല. ഞാനും പണിക്കാരനും കൂടി തെരഞ്ഞു പോയതാണ്. അപ്പോഴാണ് പശുക്കുട്ടി തോട്ടുവക്കിൽ മരിച്ച അവസ്ഥയെ കണ്ടത്, മരിച്ചു വീണ അവസ്ഥയെ കണ്ടത്. സംശയം തോന്നിയിട്ട് ഫോറസ്റ്റുകാരെ വിളിച്ച് കാര്യം പറഞ്ഞു. അവർ വന്ന് പരിശോധിച്ചപ്പോൾ ഏതോ കാട്ടുമൃഗമാണെന്ന് പുലിയോ നരിയോ ഏതാണെന്നറിയില്ല, മൃഗമാകാൻ സാധ്യതയെന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ പിടിക്കാൻ വേണ്ടി ഫോറസ്റ്റുകാർ കൂടൊക്കെ വെച്ചിട്ടാണ് ഉള്ളത്. ഇപ്പോൾ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യവും ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പുലിയെ പിടികൂടാൻ വനം വകുപ്പ് കൂടുതൽ കൂടുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ബോണറ്റിൽ രാജവെമ്പാല. കോട്ടൂർ കാവടിമൂല സ്വദേശി അബ്ദുൾ വഹാബിന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് രാജവെമ്പാല കയറിപ്പറ്റിയത്. കാറിലേക്ക് പാമ്പ് കയറിപ്പോകുന്നത് വീട്ടുകാർ കണ്ടിരുന്നു. പാമ്പ് പിടിത്തക്കാരൻ രതീഷ് എത്തിയാണ് പാമ്പിനെ പിടിച്ചത്. 5 വയസ്സ് പ്രായമുള്ള പെൺ രാജവെമ്പാലയാണ് ഇതെന്ന് മുതിയാവിള രതീഷ് പറഞ്ഞു. പാമ്പിനെ വനംവകുപ്പ് ആസ്ഥാനത്തേക്ക് മാറ്റി. രാജ വിട്ടു.
സ്വിഫ്റ്റ് KSRTCയുടെ അന്തകനാണെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ MP. സ്വിഫ്റ്റ് കമ്പനിയെ പരിപോഷിപ്പിച്ച് KSRTCക്ക് സർക്കാർ വിധിക്കുന്നത് ദയാവധമാണ്. ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ബാധ്യതയില്ലെന്ന സർക്കാർ നിലപാട് കടുത്ത തൊഴിലാളി വഞ്ചനയാണെന്നും ഇടത് സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും K. സുധാകരൻ പറഞ്ഞു. കൊല്ലം കടക്കലിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവിനെ ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിച്ചു. കടക്കൽ കുറ്റ്യാട് സ്വദേശിയായ ജിതിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ജിതിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകവെയാണ് അപകടം. പത്തനംതിട്ട തിരുവല്ല കുരിശുകവലിയിൽ പ്രവർത്തിക്കുന്ന ഷാ എന്റർപ്രൈസസിന്റെ ഗോഡൌണിന് തീപിടിച്ചു. രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. ഷാ എന്റർപ്രൈസസിനോട് ചേർന്നുള്ള പഴയ കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. കെട്ടിടത്തിന്റെ മേൽക്കൂര പൂർണ്ണമായും കത്തിനശിച്ചു. തിരുവല്ല, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ യൂണിറ്റുകൾ ചേർന്നാണ് തീ അണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. നാശനഷ്ടം വിലയിരുത്തിയിട്ടില്ലെന്ന് സ്ഥാപന ഉടമ പറഞ്ഞു. 12:30യോടെയാണ് തീ നിയന്ത്രണ വിധേയം ആയത്. കണ്ണൂരിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി അഗ്നിക്കോലത്തെയ്യം അവതരിപ്പിച്ച സംഭവം ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാണ് നടപടി. സംഭവത്തെക്കുറിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ബന്ധപ്പെട്ട അധികാരികളോട് കമ്മീഷൻ നിർദ്ദേശം നൽകി. മായാത്ത സ്മരണകളും മറയാത്ത അനുഭവങ്ങളുമായി 7 ദിവസം നീണ്ടുനിന്ന പൗർണമിക്കാവ് പ്രപഞ്ചയാഗം പൂർത്തിയായി. രാജ്യത്തെ 120ഓളം മഹാക്ഷേത്രങ്ങളിലെ മുഖ്യ പുരോഹിതന്മാർ യാഗത്തിന് നേതൃത്വം വഹിച്ചു. ISRO ചെയർമാൻ ഡോക്ടർ A. സോമനാഥും മുൻ ചെയർമാൻ G. മാധവൻ നായരും മംഗളാരതിയിൽ പങ്കെടുത്തു. കന്യാകുമാരി ത്രിവേണി സംഗമത്തിൽ നടന്ന കാലഭൈരവ സമർപ്പണത്തോടുകൂടി പ്രപഞ്ചയാഗത്തിന്റെ ചടങ്ങുകൾക്ക് പരിസമാപ്തിയായി. വാർത്തകൾ തുടരുന്നു. കടുത്ത വേനലിൽ കാസർകോട്ടെ ജലാശയങ്ങൾ വറ്റിവരണ്ടു. പുത്തികെ അങ്കടിമുഗറിലെ പുഴ പൂർണ്ണമായും വറ്റി. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ജില്ല കടുത്ത ജലക്ഷാമത്തിലേക്കായിരിക്കും നീങ്ങുക. വേനൽ തുടക്കത്തിൽ തന്നെ കാസർകോട്ടെ മിക്ക പുഴകളിലും നീരൊഴുക്ക് കുറഞ്ഞിരുന്നു. അങ്കടിമുഗറിലെ പുഴ ജനുവരി ആരംഭത്തിൽ തന്നെ പൂർണ്ണമായും വറ്റിവരണ്ടു. ഇപ്പോൾ പുഴ ഒഴുകിയിടത്തുകൂടി വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള പാത രൂപപ്പെട്ടിരിക്കുകയാണ്. രാപ്പകലില്ലാതെ പുഴയിൽ നിന്നും മണലൂറ്റുന്നതും സമീപ പ്രദേശത്തെ കുന്നിടിച്ച് വ്യാപകമായി മണൽ കടത്തിയതും ജലസ്രോതസ്സുകൾ നശിക്കാൻ കാരണമായി. പുഴയൊക്കെ മഴയില്ലാണ്ട് എല്ലാം വെള്ളമില്ലാണ്ട് എല്ലാം വരണ്ടിരിക്കുന്നു. പിന്നെ കുടിവെള്ളം അങ്ങനെ കുടിവെള്ളം ഇല്ല. കൃഷിയൊക്കെ നശിക്കാൻ പോകുന്നുണ്ട്. പുഴ വരണ്ടിട്ട് ഇപ്പോൾ 2-3 മാസമായ. വറ്റിവരണ്ട പുഴയിൽ കുഴൽക്കിണർ കുഴിച്ചാണ് ജലസേചനത്തിനടക്കം മാർഗം കണ്ടെത്തുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പുഴകളുള്ള ജില്ലയാണ് കാസർഗോഡ്. മിക്ക പുഴകളിലും നീരൊഴുക്ക് കുറഞ്ഞതോടെ ജില്ല കടുത്ത ജലക്ഷാമത്തിലേക്ക് നീങ്ങുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. റോഡിലിട്ട ടാർ ഉറപ്പിക്കാൻ റോഡ് റോളറിന് പകരം ഉപയോഗിച്ചത് ജീപ്പ്. കാസർഗോഡ് പനത്തടി പഞ്ചായത്ത് റോഡ് നവീകരണ പ്രവൃത്തിയിലാണ് വൻ ക്രമക്കേട് നടത്തുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ കരാറുകാരനും ഉദ്യോഗസ്ഥനുമെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പനത്തടി പഞ്ചായത്തിലെ റോഡ് നവീകരണത്തിലാണ് വൻ ക്രമക്കേട് നടന്നതായി പരാതി ഉയർന്നത്. റോഡിൽ ടാർ മിക്സർ ഉറപ്പിക്കാൻ റോഡ് റോളറിന് പകരം ജീപ്പാണ് ഉപയോഗിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ കരാറുകാരനും ഉദ്യോഗസ്ഥർക്കുമെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ എത്തി. പനത്തടി പഞ്ചായത്തിലെ പുത്തൂരടുക്കം മാവുങ്കൽ പഞ്ചായത്ത് റോഡ് ടാറിങ്ങിനിടയിലാണ് കരാറുകാരൻ റോഡ് ഉറപ്പിക്കുന്ന റോളറിന് പകരം ജീപ്പ് ഉപയോഗിച്ചത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരുടെ അനാസ്ഥയാണ് കരാറുകാരൻ പ്രവൃത്തിയിൽ കൃത്രിമം കാണിക്കാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ടാറിങ്ങിൽ ആദ്യം കോറപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അതെല്ലാവരും നാട്ടുകാർ തടഞ്ഞിട്ടാകുമ്പോഴത്തേക്കിന് അത് നല്ല രീതിയിൽ രണ്ടാമത്
ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉറപ്പ് നൽകിയിട്ടാണ് മെമ്പറടക്കം ഓവർസിയറിൻ്റെ അടക്കം എല്ലാവരും പോയത്. പിന്നെ ഒരു ഏകദേശം ഒരു 5 മണിക്ക് ശേഷം എന്തോ പണിയെടുത്തു തോന്നുന്നു, നാട്ടുകാരില്ലാത്ത ടൈമിന്. ആ ടൈമിനെടുത്ത് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്കിന് മൊത്തത്തിൽ ടാറ ഇളകി കിടക്കുന്നുണ്ട്. നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വൈസ് പ്രസിഡന്റ് PM കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസമാണ് പുത്തൂരടുക്കം മാവുങ്കൽ റോഡിൽ 340 മീറ്റർ ഭാഗത്തെ റോഡ് നവീകരണം തുടങ്ങിയത്. തുടക്കത്തിൽ തന്നെ കരാറുകാരൻ നടത്തിയ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെടുകയും 5 മീറ്റർ ദൂരം ടാറിംഗ് പൊളിച്ച് അധികൃതർ വീണ്ടും ടാർ ചെയ്യിക്കുകയായിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കൂടി. ഈസ്റ്റർ, വിഷു ആഘോഷങ്ങൾ ആകുന്നതോടെ സഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. അവധിക്കാലം ആയതോടെ ഹോം സ്റ്റേകളും റിസോർട്ടുകളുമെല്ലാം ബുക്കിംഗ് തുടരുകയാണ്. പരീക്ഷക്കാലം പിന്നിട്ട് മധ്യവേനൽ ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു. വരാൻ പോകുന്ന അവധി ദിവസങ്ങൾ കൂടിയാകുമ്പോൾ തിരക്ക് ഇനിയും കൂടുമെന്നാണ് പ്രതീക്ഷ. ക്രിസ്മസ്, പുതുവത്സരാഘോഷങ്ങൾക്ക് ശേഷം മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്ക് കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ മധ്യവേനൽ അവധി ആഘോഷങ്ങൾക്കായി ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലുമെല്ലാം സഞ്ചാരികളുടെ ബുക്കിംഗ് തുടരുകയാണ്. വേനൽ ചൂടിന് അറുതി വരുത്തി പെയ്ത വേനൽ മഴ മൂന്നാറിന്റെ സൗന്ദര്യത്തിന് മാറ്റേകിയിട്ടുണ്ട്. நாங்கள் ஃபர்ஸ்ட் எர்ணாகுளத்துக்கு போயிட்டு எர்ணாகுளத்துலேருந்து நாங்கள் மூணாருக்கு வந்திருக்கோம். நான் ஃபஸ்ட்டு மூணார் இட் இஸ் சிமிலர் டு கொடைக்கானல் நான் நினச்சேன். பட் இட் இஸ் டோட்டலி டிஃப்ரெண்ட். ரொம்பவே நல்லா இருக்கு. நிறைய விசிட்டர்ஸ்க்கு சூப்பராக இருக்கு. கிளைமேட் ரொம்பவே நல்லா இருக்கு. எல்லாத்துக்குமே ரொம்ப இது பிடிக்கும். അടച്ചിടലിന് ശേഷം ഇരവികുളം ദേശീയ ഉദ്യാനം തുറന്നതും സഞ്ചാരികളുടെ വരവ് കൂടാൻ ഇടയാക്കി. മൂന്നാറിന് പുറമെ വട്ടവട, മറയൂർ, മാങ്കുളം തുടങ്ങിയ ഇടങ്ങളിലും സഞ്ചാരികളെത്തുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങൾക്ക് പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്നും സഞ്ചാരികൾ കൂടുതലായി മൂന്നാറിലേക്ക് എത്തുന്നു. ന്യൂസ് 18 മൂന്നാർ. വാർത്തകൾ വിശദമായി പൂർണ്ണമാകുന്നു. നന്ദി.